ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ എങ്ങനെയാണ് ബില്ലിൽ എക്സ്ട്രാ ചാർജസ് ആഡ് ചെയ്യുന്നത്. സംടൈംസ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കാർഗോ ചാർജസ് ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് മാസ്റ്റർ എൻട്രിയിൽ ബിൽസ് എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാസ്റ്റർ എൻട്രി സെലക്ട് ചെയ്യുക, അതിൽ ബിൽസ് എൻട്രി. ഓക്കെ, ഈ ബിൽസ് എൻട്രിയിൽ എന്താണോ എക്സ്ട്രാ വരുന്നത് ആ പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇപ്പോൾ ഗിഫ്റ്റ് പാക്കിംഗ്, പെട്രോള്, സ്റ്റിക്കേഴ്സ്, ഇനി ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് കോസ്റ്റ് ആണെങ്കിൽ അത്, അങ്ങനെ എന്താണോ വേണ്ടത് അതിവിടെ നമ്മൾ ബിൽസ് എൻട്രിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബില്ല് ഓപ്പൺ ചെയ്യുക. സെൽ പാനൽ ഓപ്പൺ ചെയ്ത് ഒരു ബില്ല് ചെയ്യുവാണ്. പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോയിട്ട് ബിൽ സമ്മറിയിൽ ബിൽസ് എൻട്രി ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ബിൽ സമ്മറിയിൽ ബിൽസ് എൻട്രി. അപ്പോൾ ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സെലക്ട് ചെയ്യുക. എത്ര രൂപയാണോ വരേണ്ട ആ എമൗണ്ട് കൊടുക്കുക. ഇപ്പോൾ 172 ആണ് നെറ്റ് പേ കാണിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു 50 രൂപയും കൂടി ആഡ് ചെയ്യുക ബിൽസ് എൻട്രി. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മുടെ നെറ്റ് പേ കാണിക്കുന്നത് 222 ഇങ്ങനെയാണ്. അപ്പോൾ എന്താണോ നമ്മളിവിടെ എക്സ്ട്രാ പേയ്മെൻറ്റ് ആഡ് ചെയ്ത് അത് ബില്ലിൽ ടോട്ടൽ എമൗണ്ടിൽ കൂടെ ആഡായി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ബിൽസ് എൻട്രി എമൗണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബില്ലിൽ ആഡ് ചെയ്ത് വരാം. ഇപ്പോൾ ഇതിൽ നോക്കൂ, ഈ ബില്ലിൽ ഇത് ആഡ് ആയിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു 50 ചാർജ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.